ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും എന്റെ പൊന്നൂസും കൂടി ഏത്തപ്പഴം വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 2 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര പാനീയം വേണം. അതിനായിട്ട് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങിയെടുത്ത ഏത്തപ്പഴത്തിന്റെ ചൂടൊക്കെ മാറിയതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി എടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. കാരണം അതിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി അരിച്ചെടുത്തിട്ട് അതും കൂടി ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കണം. ഏലക്കയുടെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ കുരു മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഇവിടെയാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയത്. ഞാൻ കണ്ട വീഡിയോയിൽ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ അരിപ്പൊടി തീർന്നു പോയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. പാനിന് വിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ. ഇപ്പൊ കണ്ടില്ലേ, പാനിന് നല്ല രീതിയിൽ വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയതിനു ശേഷം നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു വാഴയില എടുത്തിട്ട് അതിലോട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കണം. വെച്ചു കൊടുക്കുമ്പോഴേ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് ഇതിങ്ങനെ ഹാർഡ് ആവുന്നില്ല, കുറച്ച് നല്ല സോഫ്റ്റ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇത് നമുക്ക് ഇനി ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോ ഇതാണ് എന്റെ അവസ്ഥ. അപ്പം എനിക്ക് അപ്പോഴേ എന്തോ പണി പാളിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നുവിന് കഴിക്കാൻ എടുത്ത് കൊടുത്ത് ഞാൻ എല്ലാം തണുത്തതിന് ശേഷമാണ് കൊടുത്തപ്പോ അവന് അത് കടിച്ച് തിന്നാൻ പല്ലിൽ ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ സ്പൂൺ വെച്ചാണ് കോരി കൊടുത്തത്. എന്തായാലും അവന് ഇഷ്ടപ്പെട്ട്, അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.